നിലവിൽ GCDA സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായാണ് ഇത്തരത്തിൽ സ്റ്റേഡിയത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് അല്ലെങ്കിൽ നവീകരണത്തിനായി കരാർ ഒപ്പിട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ സ്റ്റേഡിയത്തിന്റെ സീറ്റുകൾ ഭൂരിഭാഗവും ഇളക്കി മാറ്റി പുതിയ സീറ്റുകൾ വെക്കുന്ന പണി നടക്കുന്നുണ്ട്. അതിന്റെ റൂഫ് അടക്കം ശരിയാക്കുന്ന പണികൾ നടക്കുന്നുണ്ട്. ടണലടക്കം പൂർണ്ണമായും പൊളിച്ചു മാറ്റിയെന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഡഗ്ഔട്ടിലേക്ക് താരങ്ങൾ വരുന്ന ടണൽ പൂർണ്ണമായും പൊളിച്ചു മാറ്റി അത് പുതിയത് പണിയാനായിരുന്നു തീരുമാനം. അങ്ങനെ ഇപ്പോൾ നിലവിൽ അത് പൂർണ്ണമായും പൊളിച്ചിട്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായി പണി തീർക്കാനാകുമോ, സമയബന്ധിതമായി തീർക്കാനാകുമോ എന്ന കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന് സംശയമുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഡിസംബർ തുടക്കത്തിലോ അല്ലെങ്കിൽ ഡിസംബർ പകുതിയോടെയോ ISL തുടങ്ങുമെന്നൊരു അനൗൺസ്മെന്റ് വന്നാൽ, പ്രത്യേകിച്ച് നവംബർ 5-ാം തീയതിയാകും അതിലൊരു ബിഡ് സമർപ്പിച്ച സ്ഥാപനങ്ങളുടെ പേര് പുറത്തു കൊടുക്കുക. നവംബർ പകുതിയോടുകൂടി തന്നെ ISLന്റെ തീയതിയും പ്രഖ്യാപിക്കുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. 5 സ്ഥാപനങ്ങൾ നിലവിൽ ഇതിനുമായി ബന്ധപ്പെട്ട് ബിഡ് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിൽ മത്സരം ആരംഭിക്കേണ്ടി വന്നാൽ ഈ സ്റ്റേഡിയം പൂർണ്ണ സജ്ജമായില്ലെങ്കിൽ അതിന് AIFFന്റെ അനുമതി ലഭിക്കില്ല. കോഴിക്കോട് സ്റ്റേഡിയത്തിൽ നിലവിൽ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ്. അവിടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അനുമതി ലഭിക്കില്ല എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ നിലവിൽ ഈ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ സ്റ്റേഡിയം പൂർണ്ണമായും ഇത്തരത്തിൽ അറ്റകുറ്റപ്പണിയിലേക്ക് നവീകരണത്തിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് അത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് GCDA കൂടി ചർച്ച ചെയ്താകും ഒരു തീരുമാനം ബ്ലാസ്റ്റേഴ്സ് അതിലെടുക്കുക. ഇതിൽ AIFFന്റെ അംഗീകാരം ലഭിക്കാനിടയുള്ള മറ്റ് സ്റ്റേഡിയങ്ങളൊന്നും തന്നെ കേരളത്തിലൊന്നും ഇല്ല അല്ലേ ഇപ്പോൾ നിലവിൽ പരിഗണിക്കാൻ? അങ്ങനെയാണ് മനസ്സിലാവും. നിലവിൽ തിരുവനന്തപുരം സ്റ്റേഡിയം അത്തരത്തിൽ പരിഗണിക്കപ്പെടാവുന്ന ഒരു സ്റ്റേഡിയമാണ്. പക്ഷേ അത് ക്രിക്കറ്റിന്റെ സ്റ്റേഡിയമായി തന്നെ KC അത് വിട്ടുകൊടുക്കില്ല. അത്തരം ഒരു സ്റ്റേഡിയത്തിനായി അവകാശവാദം ഉയർത്താനും ബ്ലാസ്റ്റേഴ്സിനാകില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്റ്റേഡിയം കണ്ടെത്തുക ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കേരളത്തിൽ അത്തരത്തിൽ നിലവാരമുള്ള ഒരു സ്റ്റേഡിയം കണ്ടെത്തുക വളരെ ദുഷ്കരമായിരിക്കും. അത്തരം സ്റ്റേഡിയം നിലവിലില്ല എന്ന് തന്നെ പൂർണ്ണമായും പറയേണ്ടി വരും. ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്താൻ പാകത്തിലുള്ള ഒരു സ്റ്റേഡിയം നിലവിൽ കേരളത്തിലില്ല. കൊച്ചി കല്ലൂർ സ്റ്റേഡിയം മാത്രമാണ് അതിന് യോഗ്യമായുള്ളത്. തിരുവനന്തപുരം സ്റ്റേഡിയം KCയുടെ കീഴിലാണ്. അത് KC വിട്ടു നൽകില്ല എന്ന് കൃത്യമായി അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു സംസ്ഥാനം വിടുന്നൊരു രീതിയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നിലവിൽ ആലോചിക്കുന്നത്. നിതിൻ, കേരള ബ്ലാസ്റ്റേഴ്സ് സംസ്ഥാനം വിടുകയാണെങ്കിൽ അത് ആ ടീമിനെ ഏതൊക്കെ രീതിയിലായിരിക്കും പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത്? ഇത്തരത്തിൽ സംസ്ഥാനം പിടിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും, കാരണം നിരവധി ആരാധകർ 20,000-30,000 അടുപ്പിച്ച ആരാധകരാണ് നിരന്തരമായി ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ കാണാനായി ഇത്തരത്തിൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. ആരാധകരെ സംബന്ധിച്ച് അത് വലിയ നിരാശയായിരിക്കും. പ്രത്യേകിച്ച് ഈ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കാണാനായി കൊച്ചിയിലേക്ക് നിരന്തരമായി എത്താറുണ്ട്. നിറഞ്ഞു കവിയുന്ന സ്റ്റേഡിയമാണ് ബ്ലാസ്റ്റേഴ്സിന് മിക്കപ്പോഴും ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ ഈ ആരാധകരുടെ ഒരു പിന്തുണ വലിയ തോതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്റ്റേഡിയത്തിൽ നഷ്ടപ്പെടും. ആ വലിയ ആരവങ്ങൾക്ക് കീഴിൽ കളിക്കാനുള്ള ഒരു സാഹചര്യം താരങ്ങൾക്ക് നഷ്ടപ്പെടും. വലിയ സപ്പോർട്ട് ലഭിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തീർച്ചയായും വലിയ ആവേശത്തോടെ ഗ്രൗണ്ടിൽ കളിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ അത്തരത്തിലൊരു പിന്തുണ കുറഞ്ഞു വരുമ്പോൾ അത് കളിക്കാരുടെ പ്രകടനത്തിലും മറ്റും പ്രതിഫലിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഏതായാലും ഒരു പൂർണ്ണമായ തീരുമാനം ബ്ലാസ്റ്റേഴ്സ് നിലവിൽ എടുത്തിട്ടില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇപ്പോൾ മാനേജ്മെന്റിന്റെ പരിഗണനയിലുള്ളത് അഹമ്മദാബാദോ ഹൈദരാബാദോ തന്നെയാണോ? അതെ, നിലവിൽ 2 സ്റ്റേഡിയങ്ങളാണ് മാനേജ്മെന്റ് പരിഗണിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ മാറേണ്ടി വന്നാൽ അഹമ്മദാബാദോ ഹൈദരാബാദോ ഈ രണ്ട് സ്ഥലത്ത് സ്റ്റേഡിയങ്ങൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നിലവിൽ കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഇതിലേതെങ്കിലും ഒരു സ്റ്റേഡിയത്തിലേക്ക് മാറാനാകും ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിൽ തീരുമാനമെടുക്കുക. ശരി, നിതിൻ സേവറാണ് വിവരങ്ങൾ നൽകിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് കേരളം വിടാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത വരികയാണ്. ISL സീസണ് മുൻപായി ഹോം ഗ്രൗണ്ടായ കലൂർ സ്റ്റേഡിയത്തിലെ പണി പൂർത്തിയാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളം വിടാനുള്ള തീരുമാനത്തിലേക്ക് മാനേജ്മെന്റ് കടക്കുന്നതായി വിവരങ്ങൾ വരുന്നത്. അഹമ്മദാബാദിലേക്കോ ഹൈദരാബാദിലേക്കോ മാറാനാണ് ആലോചന. വിശദാംശങ്ങളാണ് നിതിൻ സേവർ നൽകിയത്.